മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ഗേറ്റ് കടന്നു വരുന്നു നെടുമ്പുരക്കലിൻ്റെ. അലീനാണെങ്കിൽ അകത്ത് ഒരേ പണികളിലാണ്. വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിക്കുന്ന ഒരു ഭാഗമൊക്കെ ഇനി കാണിക്കുന്നത്. അങ്ങനെ അച്ഛനും മകളുടെയും ആദ്യത്തെ കൂടിക്കാഴ്ച. സ്റ്റാൻലിക്കാണെങ്കിൽ നമ്മുടെ നെടുമ്പുരക്കിലെത്തിയപ്പോൾ ഭയങ്കര ഒരു നെഞ്ചിടിപ്പും ഭയങ്കര ടെൻഷനും. എങ്ങനെയെങ്കിലും അലീനനെ ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹത്തോടെ ചെന്ന് കോണിംഗ് ബെല്ലടിക്കും. അപ്പോൾ അലീന നേരെ വാതിൽ തുറക്കാൻ വേണ്ടി വരും. പക്ഷേ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ഓടി വരും. അച്ഛൻ താഴെ ഇറങ്ങി വന്നോ എന്ന് ചോദിക്കും. ആ, ഞാൻ എന്താ വന്നത്? അതെ, വരുന്നത് എൻ്റെ ഒരു ക്ലയൻറ്റാണ്. നീ 2 ചായ എടുക്കണം കേട്ടോ, അച്ഛൻ പോയി തുറന്നോളാം എന്ന് പറയും. അങ്ങനെ അലീന കിച്ചണിലേക്ക് പോകും. ബാലചന്ദ്രൻ വന്ന് വാതിൽ തുറക്കും. സ്റ്റാൻലി ഗുഡ് മോർണിംഗ് മിസ്റ്റർ മേനോൻ എന്ന് പറയും. ആ, ഗുഡ് മോർണിംഗ്, വായോ എന്ന് പറയും, വിളിക്കും. അകത്തേക്ക് കടക്കാൻ അയാൾക്കൊരു ചമ്മലും അറപ്പും പോലെ തോന്നി. പക്ഷേ ബാലചന്ദ്രൻ അത് കാര്യമാക്കിയില്ല. വരണം വരണം എന്ന് പറയും. അങ്ങനെ വീണ്ടും വിളിക്കും. അങ്ങനെ വരും. സോഫയിൽ വന്ന് ഇരിക്കാൻ പറയും. ഇരിക്കാനും ഒരു വിഷമം. ഇരിക്കും മിസ്റ്റർ സ്റ്റാൻലി. എന്നിട്ട് പറയും, അതെ, ഒരു കൂടിക്കാഴ്ചയാണ്, വെറുതെ ജസ്റ്റ് ഒരു കാണൽ മാത്രം. കൂടുതലൊന്നും അവളോട് സംസാരിക്കരുത്. അവളൊന്നും അറിയാനും പാടില്ല. കാരണം നിങ്ങൾ അവളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവൾക്ക് താങ്ങാൻ കഴിയില്ല. സ്വന്തം അച്ഛനാണ് തന്നെ വേണ്ടാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല, എനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ കണ്ട് അവളെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ സത്യങ്ങൾ അറിയാവൂ. വെറുതെ സംസാരിച്ച് വഷളാക്കരുതെന്ന് പറയും. മിസ്റ്റർ മേനോൻ, നിങ്ങൾ എന്നെ കൂടുതൽ ടെൻഷൻ ആക്കാണ്ടിരുന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ശരി, ഞാൻ അവളെ വിളിക്കാമെന്ന് പറയും. അവിടെ ചെന്ന് പറയും, ഞാൻ ചായ എടുക്കാൻ പറയാമെന്ന് പറയും. മിസ്റ്റർ മേനോൻ, എനിക്ക് കോഫി മതി, ചായ ഞാൻ കുടിക്കില്ല എന്ന് പറയും. ശരി എന്ന് പറയും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അലീനോട് പറയും, അലീന, എൻ്റെ ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, 2 ചായ എടുക്കണം കേട്ടോ എന്ന് പറയും. ആ, എടുക്കാച്ചാന്ന് പറയും. ആ, പിന്നെ ചായ വേണ്ടട്ടാ, കോഫി മതി. അതെന്താ, ആൾക്ക് ചായ കുടിച്ചാലും എന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, നീ ഒരു കോഫി എടുക്കുമെന്ന് പറയും. ആ, ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അതിന് ശേഷം നിങ്ങൾ വലിയ പട്ടാളക്കാരനല്ലേ, നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ നല്ല കല്ല് പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലേ എന്ന് ചോദിക്കും. ഇല്ല മിസ്റ്റർ, പട്ടാളക്കാരും മനുഷ്യന്മാർ തന്നെയാണ്. മാംസവും അത് എല്ലും തൊലിയും ഒക്കെ കൂടിയിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഞാനും എന്ന് പറയും. ഞാനല്ല, മൊത്തത്തിൽ പട്ടാളക്കാരൻ എന്ന് പറയും. ശരി. പിന്നെ പാലായിൽ സോറി അവിടുത്തെ റബ്ബറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ പറയും, ആ, അവിടെ ഒരുപാട് റബ്ബറിൻ്റെ ഇതൊക്കെ ഉണ്ട്, തോട്ടവും മറ്റുള്ളതൊക്കെ ഉണ്ട്. ചൈനക്കാർ വന്നതോടുകൂടി ചൈനക്കാർ ഓരോന്ന് ഇറക്കിയോടുകൂടിയാണ് വിലയൊക്കെ ഇടിഞ്ഞതെന്ന് പറയും. മിസ്റ്റർ ബാലചന്ദ്രന് പിന്നെ അതൊന്നും പ്രശ്നമില്ലല്ലോ. സ്വർണ്ണക്കടയല്ലേ, സ്വർണ്ണത്തിന് ഏത് കാലത്തും വില കൂടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞില്ല, കൂടിയെന്ന് പറയുള്ളൂ. അപ്പോഴത്തേനും അലീന ചായയായി വരുന്നതോടുകൂടി സ്റ്റാൻലിക്ക് വാക്കുകൾ കിട്ടാണ്ടായി. അലീന വരുന്നുണ്ടപ്പോൾ അയാൾ ആകെ വെട്ടി വിറച്ച് ആകെ ഞെട്ടി വയർത്ത് എന്ത് പറയണമെന്നറിയില്ല. അങ്ങനെ സ്റ്റാൻലി അമ്പരപ്പ് കണ്ടപ്പോൾ അലീന വരുന്നുണ്ടെന്ന് ബാലചന്ദ്രന് മനസ്സിലാവും. അങ്ങനെ നോക്കിയപ്പോൾ 2 കോഫി ആയിട്ട് വരണേ. അങ്ങനെ അലീന അയാളുടെ മുന്നിലെത്തിയപ്പോൾ കോഫി മേടിക്കാൻ കൂട്ടാക്കുന്നില്ല, നിൽക്കണ്. പറയും, കോഫി മേടിക്കുമെന്ന് പറയും. അപ്പോൾ കോഫി മേടിക്കും. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കണത്, വല്ല പരിചയമുണ്ടോ? ഇതെൻ്റെ മകളാണ് അലീന എന്ന് പറയും. ആ, എവിടെയോ കണ്ടിട്ടുള്ള പോലെ എന്ന് പറയും. ആ, അങ്ങനെയാണോ തോന്നുന്നു, ഏതാവും എന്ന് പറയും. ഇതെൻ്റെ മകളാ അലീന. അച്ഛന് കോഫി വേണ്ടേ? അച്ഛന് കോഫി വേണ്ട, അച്ഛൻ ചായ അല്ലേ കുടിക്കാന്ന് പറയും. എന്നിട്ട് മോള് എന്നാ പൊക്കോന്ന് പറയും. അപ്പോൾ പറയും, മോളെ ആ കോഫി ഇവിടെ വെച്ചേക്ക്. അതെന്തിനാച്ചാ, അച്ഛൻ കുടിക്കില്ലല്ലോ എന്ന് ചോദിക്കും. അല്ല, ഇദ്ദേഹത്തിന് ഒരു കോഫി കൂടെ വേണമെങ്കിലോ എന്ന് പറയും. ഇതെൻ്റെ ക്ലൈമറ്റ് മോളെ, അല്ല ഇതെൻ്റെ ഒരു ക്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഓ ശരി എന്ന് പറയും അലീന. അപ്പോൾ ചായ ഒരു കോഫി ഒരു തരി ഇങ്ങനെ സിപ്പ് ചെയ്യും സ്റ്റാൻലി. എന്ത് പറയും, കോഫി നന്നായിട്ടോ, അടിപൊളി, സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അലീനനെയും ഇഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. അപ്പോൾ പറയും, താങ്ക്സ് സാർ എന്ന് പറയും. സാറ് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു. ബാലചന്ദ്രൻ ചെറിയൊരു പുച്ഛം. അങ്ങനെ അലീന ചായ അവിടെ വെച്ചിട്ട് പോകും. പോണ കഴിയുമ്പോൾ സ്റ്റാൻലി ആകെ അന്തം വിടും. എന്താ, ബാലചന്ദ്രൻ ആകെ അന്തം വിടും. എന്താ എന്താ ഇങ്ങനെ നിൽക്കണേ, എന്താ അമ്പരപ്പ്, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? നിങ്ങളെ പരീക്ഷണങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, വേണ്ട, ഒരു തെളിവും എനിക്ക് വേണ്ട, അതെൻ്റെ അമ്മച്ചീനെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ആകെ ഞെട്ടും. അതെ, അതേ സ്വരം, അതേ കണ്ണുകൾ, അതേ മുഖം, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയും. ഞാൻ ഹോട്ടലിൽ പോയിട്ട് വിളിക്കാം മിസ്റ്റർ എന്ന് പറയും. നിങ്ങളെന്നെ വല്ലാതെ ധർമ്മസങ്കടത്തിലാക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ബാലചന്ദ്രനും സ്റ്റാൻലി കൂടെ ഉമ്മറത്തേക്ക് ചെല്ലും. കാറിൻ്റെ അവിടെ എത്തുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ഓപ്ഷൻ, നിങ്ങളെ മുന്നിൽ വേണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നോ പറയാൻ എന്ന് പറയുമ്പോൾ, എന്നെ അത്ര അങ്ങോട്ട് താത്തി കെട്ടണ്ട മിസ്റ്റർ. ഞാൻ ബാലചന്ദ്രൻ എന്ന് പറയും, ഞാൻ ഒരു മനുഷ്യൻ തന്നെയാണ്, എനിക്കറിയാം മറ്റുള്ളവരുടെ വിഷമവും
അതുപോലെ തന്നെ അവസ്ഥകളും ഒക്കെ എന്ന് പറയും. എന്നിട്ട് തിരിച്ച് കാറിൻ്റെ അവിടേക്ക് പോകും. ഞാൻ വിളിക്കാം, ഞാൻ അറിയിക്കാം, എനിക്ക് എന്തെല്ലാം നോക്കാനുണ്ട്, എന്തെല്ലാം ഫേസ് ചെയ്യണം എന്നൊക്കെ അറിയുമെന്ന് ചോദിക്കും. അതിന് ശേഷം അയാൾ അങ്ങോട്ട് തിരിച്ച് നടക്കും. എന്നിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് ബാലചന്ദ്രൻ്റെ 2 കൈയും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് പറയും, മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങളോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അവൾ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുള്ളാണ് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഒരു ലോകത്ത് ഒരച്ഛനും ഇതേപോലെ മകളെ സ്നേഹിക്കാനും മകൾക്ക് അച്ഛനെ സ്നേഹിക്കാൻ കഴിയില്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പരസ്പരം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് സങ്കടപ്പെട്ട് അങ്ങോട്ട് കയറി പോകും. ബാലചന്ദ്രനും ആകെ ഒരു വിഷമത്തിൽ നിൽക്കണ്. അപ്പം അലീനയുടെയും ബാലചന്ദ്രനും വൈജയന്തിക്ക് അങ്ങനെ ഒരു ബന്ധത്തിൽ സംശയം ഉണ്ടെങ്കിലും അയാൾക്കത് മനസ്സിലായല്ലോ അച്ഛനും മകളും തന്നെയാണെന്നുള്ള കാര്യം. അങ്ങനെ വീണ്ടും പോകണ്. അയാൾ അകത്തേക്ക് പോകും. അപ്പം അച്ഛൻ്റെ ക്ലയൻറ്റ് പോയോ എന്ന് ചോദിക്കാം. ആ പോയി എന്ന് പറയും. അതെന്താ പെട്ടെന്ന് പോയത്? ആൾക്കേ പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഫോൺ വന്ന് അങ്ങനെ പോയി എന്ന് പറയും. ഓ ശരി. എന്നിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് വരും. പിന്നെ കാണിക്കുന്ന സ്റ്റാൻലി ഹോട്ടൽ റൂമിലൊക്കെ എത്തി ബ്രാൻഡി എടുത്ത് വലിച്ചു കുടിക്കുന്നു. ആകെ ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നു ബാലചന്ദ്രനെ. ബാലചന്ദ്രൻ ഫോൺ എടുക്കും. എന്തായി എന്താന്ന് ചോദിക്കും. എനിക്ക് അലീനനെ ഒന്നും കൂടെ കാണണം എന്നറിയും. നിങ്ങൾ എന്തൊക്കെയാണ് പറയണേന്ന് ബാലചന്ദ്രൻ ചോദിക്കും. ആദ്യം തന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക, നിങ്ങൾക്ക് അലീനനെ വേണോ വേണ്ടയോ, അതിന് ശേഷം മാത്രമേ ഇനി കൂടിക്കാഴ്ചയുള്ളൂ എന്ന് പറയും. വേണം, ഞാൻ അവളെ ആർക്കും വിട്ടു കൊടുക്കില്ല, എനിക്ക് അവളെ വേണം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അലീന അറിയണ്ട കൂടിക്കാഴ്ച നടത്താൻ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ഞാനൊരു ടെക്സ്റ്റൈൽസിലേക്ക് വരാം കല്യാണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അരമണിക്കൂർ ചുറ്റിപ്പറ്റി നിൽക്കും. നിങ്ങൾ എന്തിനാ ഇനിയിപ്പോൾ വീണ്ടും അവളെ കാണുന്നത്? ഒന്ന് കണ്ടതല്ലേ. ഞാൻ ശരിക്കും കണ്ടില്ല ബാലചന്ദ്രൻ, എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല, എനിക്കൊന്നും കൂടെ കാണണം, എനിക്ക് അവളെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നറിയും. എന്തിനെന്ന് ചോദിക്കും. അതെൻ്റെ അപ്പച്ചനെ കാണിക്കാൻ, എൻ്റെ അപ്പച്ചനെ കാണിക്കാൻ വേണ്ടി മാത്രം. എങ്ങോന്നൊരു ഒരാൾ വന്ന് എനിക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, ഞാൻ അതിൻ്റെ പിന്നാലെ പോവുകയില്ല. പക്ഷേ ഇതെനിക്ക് അങ്ങനെയല്ല, ഇത് എന്നെ ആകെ തകർത്ത്, ഒരു ടെസ്റ്റിൻ്റെയും മറ്റുള്ളതിൻ്റെ ആവശ്യമില്ല, ഇതെൻ്റെ മകൾ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പായി എന്നും പറയുന്നു. ശരി, എന്നാൽ ഞാൻ അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് വരാം, ഒരു അരമണിക്കൂർ ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയും. ബാലചന്ദ്രൻ ഫോൺ വയ്ക്കും. പിന്നെ സ്റ്റാലിനെയാണ് കാണിക്കുന്നത്. സ്റ്റാലി ആകെ അസ്വസ്ഥയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നത്. പിന്നീട് പ്രൊമോ ഭാഗത്ത് കാണിക്കുന്നത് നമ്മുടെ ബബിത അലീനനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്, നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും നീ അതെല്ലാം തെറ്റേറ്റ് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നതോടെ തന്നെ എനിക്കെല്ലാം മറക്കാൻ കഴിഞ്ഞു, നീ എന്നിപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബബിതാരെ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് ടെക്സ്റ്റൈൽസിൽ കാണിക്കുന്നത് അലീന ചുരിദാറൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്റ്റാൻലി അലീനയുടെ മുന്നിൽ പെടാണ്ടിരിക്കാൻ സ്റ്റാൻലി വേഗം ഒരു ചുരിദാറൊക്കെ എടുത്ത് മുഖം മറയ്ക്കുന്നുണ്ട്. പിന്നീട് മുകളിലത്തെ നിലയിൽ നിന്ന് അലീനയുടെ വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അയാൾ എടുക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.